ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മക്ക സംയുക്ത പ്രതിരോധ കരാർ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. ഇസ്ലാമിക നാറ്റോയിൽ ഇപ്പോൾ തുർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഇപ്പോൾ ഈ ഇസ്ലാമിക നാറ്റോ വന്നതിന് ശേഷം ഈജിപ്റ്റ് അതിൽ ചേരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ത്യ കണ്ണുരുട്ടിയ ശേഷം ഈജിപ്റ്റ് ചേരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്ലാമിക നാറ്റോ ഇന്ത്യയെ വളയാനുള്ള ഒരു പദ്ധതിയാണ്, ഒരു ഗൂഢാലോചനയാണ് അവർ നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബംഗ്ലാദേശ് ഇസ്ലാമിക നാറ്റോയിൽ ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് ചുറ്റും അപ്പുറവും ഇപ്പുറവും ഇസ്ലാമിക നാറ്റോയുടെ രാജ്യങ്ങളായി മാറും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയതിന് പിന്നാലെ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായി നിൽക്കുകയാണ്. അപ്പോൾ ആ വഷളായി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന ഇപ്പോൾ തിരിച്ചു പോകുമെന്ന് പറയുന്നു. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ആ വിഷയത്തിൽ തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനിടയിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിന്റെ ഈ പ്രസ്താവന ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നത്. അതായത് ധാക്ക ഇപ്പോൾ നൽകുന്ന സൂചനകൾ ഈ കരാറിൽ ഞങ്ങൾ ചേരും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇത് ഇന്ത്യയെ വളയുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് ഇസ്ലാമിക നാറ്റോ വന്നിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സൗദി അത് നിഷേധിച്ചു. അങ്ങനെയല്ല എന്നാണ് സൗദി പറയുന്നത്. തുർക്കിയും എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ആരെ ആക്രമിച്ചാലും എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തുർക്കി പറയുന്നു. പക്ഷെ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് സംഭവം പന്തിയല്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്. എന്ത് തോന്നുന്നു? അതായത് ചുരുക്കം പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ തിരിയുന്നു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ തന്നെ പറയേണ്ട കാര്യം. സിമ്പിളായിട്ട് നമുക്ക് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഷെയ്ഖ് ഹസീന സ്വയം തന്നെ താൻ ഡിസംബറോട് കൂടി ബംഗ്ലാദേശിലേക്ക് പോകുമെന്ന് അവർ പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷെ അതിനിടയ്ക്ക് അവര് ഈ ഓൺലൈനിൽ കൂടെ അവരുടെ പ്രവർത്തകരെ, ലോകമെമ്പാടുമുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അതിനും സൗകര്യം ചെയ്തു കൊടുത്ത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരു ഉടക്കുണ്ട്. ഇതൊക്കെ നടന്നിട്ട് 2-3 ആഴ്ചക്കുള്ളിൽ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല, ഇത് ഏതോ ഒരു ഓർഗനൈസേഷൻ അറേഞ്ച് ചെയ്ത പരിപാടിയിലാണ്, സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ പക്ഷേ സർക്കാരിന്റെ കൂടെ അനുമതി ഇല്ലാതെ ഒരുപക്ഷെ വിദേശത്തു നിന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഏവർക്കും അറിയാം. എന്ന് അതിനുശേഷം പറഞ്ഞു ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞു. ഇന്ത്യ പറഞ്ഞത് അവർക്ക് നമ്മുടെ കോടതിയിൽ അവരുടെ വിചാരണ നടക്കുകയാണ്, നമ്മുടെ കോടതി എന്താണോ വിധിക്കുന്നത് അത് ഞങ്ങൾ അനുസരിക്കും. നമ്മുടെ കോടതി പറയുകയാണ് വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കും, വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടിയാണ് താരിഖ് റഹ്മാൻ ഈ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം മാറ്റി. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇന്ത്യയിലേക്ക് ഈ അടുത്ത മാസം സെപ്റ്റംബർ മാസം വരാനിരുന്നത് ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതിനിടയ്ക്ക് താരിഖ് റഹ്മാന്റെ ഉപദേഷ്ടാവ് പറഞ്ഞത് സൗദിയും തുർക്കിയും പാകിസ്ഥാനും ഞങ്ങൾക്കുള്ള ഓപ്ഷനുകൾ തുറന്നിട്ടിരിക്കുന്നു, ഞങ്ങൾ ഒരുപക്ഷെ അതിൽ ചേർന്നേക്കാം എന്ന് പറയുന്നു. കാരണം നിലവിൽ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ വഴിയിലാണ്. പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും അടുത്ത ബന്ധമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് ഉള്ളത്. ഇപ്പോൾ തുർക്കിയുമായി ഇടക്കാലത്തൊരു ബന്ധം അവർ സ്ഥാപിച്ചിരുന്നു. അതായത് യുനെസിന്റെ കാലത്തായിരുന്നു തുർക്കിയുമായിട്ടൊരു ബന്ധം അവർ സ്ഥാപിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, കാരണം ഇനി ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മുമ്പും പറയാറുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് മാത്രമായിരിക്കില്ല അറ്റാക്ക്, അതിന്റെ അലയൊലികൾ ഒരുപക്ഷെ ബംഗ്ലാദേശ് ബോർഡറിൽ നിന്നും വന്നേക്കാം. അത് ഭീകരവാദികളുടെ രൂപത്തിലോ മറ്റേതെങ്കിലും തരത്തിലോ അത് വന്നേക്കാം. ബംഗ്ലാദേശ് നേരിട്ടൊരു യുദ്ധത്തിൽ വരുമെന്നല്ല നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ ഈ ബംഗാൾ ബോർഡറിൽ എവിടെയെങ്കിലും ഒരിടത്ത് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നിന്ന് ഭീകരരുടെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണമോ മറ്റെന്തെങ്കിലും വരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ ഭീഷണിയുമായി നിൽക്കുന്നത് ബംഗ്ലാദേശ്. ഞങ്ങൾ അറബ് നാറ്റോയിൽ ചേർന്നേക്കും എന്നൊരു ഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല, പ്രസ്താവനയായിട്ടാണ് പറഞ്ഞു പോയത്. അതിനിടയിൽ ഇന്നലെ പുതിയ പ്രസിഡന്റ് അവർക്ക് അധികാരമേറ്റു ബംഗ്ലാദേശിൽ. ആ പ്രസിഡന്റ് ഒരു സൗമ്യനാണ്, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് വലിയ അകലം പാലിക്കുന്ന ആളാണ്, ഇന്ത്യയുമായി ചേർന്ന് പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇപ്പോഴും പഴയ നിലയിലേക്ക് എത്തിയിട്ടില്ല. പഴയ നിലയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ അവിടെ ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഈ ഷെയ്ഖ് ഹസീനയുടെ വിഷയം തന്നെയാണ്. ഇതിനെ കത്തിച്ചു കൊണ്ടുവരുന്ന മുഴുവൻ ഈ ബംഗ്ലാദേശിലെ ഉള്ള ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളാണ്. കാരണം അവർക്ക് ഇന്ത്യയുമായി ചേരുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം പാകിസ്ഥാനുമായി ചേരുന്നതാണ്. കാരണം ബംഗ്ലാദേശിയുടെ ഉത്ഭവം തന്നെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്ഭവം തന്നെ പാകിസ്ഥാനാണല്ലോ. അപ്പം അവർക്ക് അവിടെ ആയിട്ട് ടൈപ്പ് പോകുന്നതാണ് അവർക്ക് വലിയ താല്പര്യം. ഏതായാലും അറബ് നാറ്റോയിൽ ബംഗ്ലാദേശോട് ചേരുമ്പോൾ നമ്മൾ മുൻപ് കേട്ടിരുന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശരിവെക്കുകയാണ്. ഇന്ത്യക്കെതിരെ എല്ലാവരും കൂടി, അതായത് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പോകുന്നു, ഒരു ആക്രമണത്തിന് മുതിരുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യം. ഒരുപക്ഷെ ഈ സൗദി പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലെന്ന് പറയുമ്പോൾ സൗദി ഒരു യുദ്ധത്തിലും പങ്കെടുക്കാൻ സാധ്യതയില്ല. ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നാലും പങ്കെടുക്കാൻ സാധ്യത. പക്ഷേ സൗദിക്ക് വലിയ രീതിയിൽ ഫണ്ട് ചെയ്യാൻ കഴിയും. പാകിസ്ഥാനെ കണക്കുള്ള രാജ്യത്തിന് ആയുധം വാങ്ങാനുള്ള ഫണ്ട് സൗദിക്ക് ചെയ്യാൻ കഴിയും. അത്യാവശ്യം നല്ല പൈസ സൗദിയുടെ കയ്യിലുണ്ട്. തുർക്കി പോലുള്ള രാജ്യങ്ങൾ, ഇല്ല ചൈന പോലുള്ള രാജ്യങ്ങൾ ആയുധം നൽകാനും തയ്യാറാകും.
ഇതേ സാഹചര്യം തന്നെയായിരിക്കും ബംഗ്ലാദേശിനും. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ ബംഗ്ലാദേശിനും വേണ്ട ആയുധങ്ങളും ഡ്രോണുകളും എത്തിച്ചു കൊടുക്കാൻ തുർക്കിക്ക് കഴിയും. കാരണം ഇതെല്ലാം വാങ്ങാനുള്ള ഫണ്ടർ അവിടെ റെഡിയാണ്. അതായത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഫണ്ടിങ് രാജ്യമാണ്, അവർക്ക് ഫണ്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ചുറ്റും പാകിസ്ഥാൻ മാത്രമല്ല, കിഴക്കൻ അതിർത്തിയിൽ ബംഗ്ലാദേശ് കൂടി ഇപ്പോൾ ഇസ്ലാമിക നാറ്റോ ചേരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വാർത്തയല്ല, വലിയ വാർത്തയാണ്. ഇന്ത്യക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഷർ ചെലുത്താനാണെന്ന് തോന്നുന്നില്ല. ഇതിലൊരു സാഹചര്യം ഇപ്പൊ നമ്മൾ എന്തായാലും സിന്ദൂർ 2.0 വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് വന്നേ തീരൂ. പാകിസ്ഥാന് വേറെ നിവർത്തിയില്ല. പാകിസ്ഥാന് ഇപ്പോൾ സിന്ധു നദീജലത്തിന്റെ പേരിൽ പാകിസ്ഥാൻ യുദ്ധത്തിന് വേണ്ടി ഉറപ്പായിട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഒരു ഭാഗത്തു നിന്നും അറ്റാക്ക് ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഇപ്പുറത്തെ ഭാഗത്തു നിന്നും നമ്മളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവര് ഓഫ് കോഴ്സ് അവർ ഇസ്ലാമിക നാറ്റോയാണ്. ബംഗ്ലാദേശും നമ്മളുമായിട്ട് ഇതുവരെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത് പോലും നമ്മളാണ്. അപ്പോൾ ആ ധൈര്യം അവർ കാണിക്കുമോ? അങ്ങനെ അവർ നേരിട്ട് ആക്രമിക്കുമോ? അല്ലെങ്കിൽ അവർ ഈ ഭീകര സംഘടനകളെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റ്, അത് നല്ലൊരു സമയമാണ്. കാരണം ഇന്ത്യയും ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന ആ സമയത്ത് നോർത്ത് ഈസ്റ്റ് പിരിച്ചെടുക്കുക എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ എല്ലാ കാലത്തെയും ചിരകാല അഭിലാഷം എന്ന് പറയുന്നത്. അത് പിരിച്ചെടുത്ത് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്നുള്ളത് അവർ ആ മാപ്പ് വരെ പുറത്തു വിട്ടിട്ടുണ്ട് യുനെസിന്റെ കാലത്ത്. അപ്പോൾ നേരിട്ടുള്ള ഒരു ആക്രമണത്തിനായിരിക്കും അവർ മുതിരുക. കാരണം ബംഗ്ലാദേശിന് ചൈന ബാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ ചൈന പാകിസ്ഥാന് ഡ്രോൺ കൊടുക്കുന്നുണ്ട്. ബംഗ്ലാദേശിന് ആ സമയത്ത് ചൈന ബംഗ്ലാദേശിനെ സഹായിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിനെ മുൻനിർത്തി നമ്മുടെ രാജ്യത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബംഗ്ലാദേശ് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യം. അറ്റാക്ക് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന് രണ്ടാമത്തെ ചോദ്യം. ഉറപ്പായിട്ടും ചൈന ബംഗ്ലാദേശിനെ ബാക്ക് ചെയ്യും. അപ്പൊ ഇത് പൊളിക്കാനായിട്ട് ഇതിന്റെ ഒരു ഈ സംവിധാനം, ഈ നെറ്റ്വർക്ക് പൊളിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക. അല്ല, ഇതേ സമയം നമ്മൾ പൊളിച്ചിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ ബംഗ്ലാദേശ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഒരു നീക്കം നടത്തിയിരുന്നു. അത് യുഎൻഎസ് ഇരിക്കുന്ന സമയത്തായിരുന്നു. യുഎൻഎസ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ തീസ്ത പ്രഹാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൻ സൈനിക അഭ്യാസം നമ്മൾ നടത്തിയിരുന്നു. അതായത് നമ്മുടെ യുദ്ധ ടാങ്കുകളും മറ്റും നിരത്തിക്കൊണ്ട് ഒറിജിനൽ, അതായത് മോക്കല്ല, ഒറിജിനലായിട്ട് തന്നെ നമ്മൾ സമാനമായ യുദ്ധത്തിന് സജ്ജമായിട്ടുള്ള നമ്മുടെ 100 കണക്കിന് ടാങ്കുകൾ നിരത്തിക്കൊണ്ട് നമ്മുടെ യുദ്ധവിമാനങ്ങളെല്ലാം അണിനിരന്നുകൊണ്ട് നമ്മൾ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു സൈനികാഭ്യാസം നടത്തി. അത് കണ്ടിട്ട് അവിടുത്തെ പട്ടാള മേധാവികൾ തന്നെയാണ് യുഎൻഎസിന് ഉപദേശം കൊടുത്തത്, അടിക്കാൻ പോകണ്ട. കാരണം അവർക്ക് ഒരേ സമയം തന്നെ രണ്ടിടത്ത് അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. കാരണം അന്ന് ഈ യുഎൻഎസ് സർക്കാർ കേട്ടിട്ടൊരു എന്താണ് പറയുന്ന ഒരു ബാലാരിഷ്ടകൾ മാറിയിട്ടില്ല. 2024 കയറിയിട്ട് 2025 നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ പാകിസ്ഥാന്റെ ആളുകളൊക്കെ അവിടെ, ഇന്റലിജൻസിന്റെ മേധാവികൾ, സൈനിക മേധാവികളൊക്കെ അവിടെ നിരന്തരം വരുന്നുണ്ട്. അവരവിടെ ക്യാമ്പുകൾ സൃഷ്ടിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ വരുന്നു. ഇത്തവണ ഞാൻ കാണുന്ന അങ്ങനെ ആയിരിക്കില്ല. ഒരുപക്ഷെ ഹമാസിന്റെ സ്വാധീനം ബംഗ്ലാദേശിലും, അതാണ് ഇസ്രയേൽ പറഞ്ഞത്, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഹമാസ് വളരെ ശക്തമായിട്ടുണ്ട്. ഹമാസിന്റെ മെത്തേഡ് എന്താണ്? ഈ ഡ്രോണുകളും അതുപോലെ തന്നെ ബലൂൺസും, സ്ഫോടക വസ്തുക്കൾ നടത്തിയ ബലൂൺസും പറത്തി വിടുക എന്നുള്ളതാണ് അവരുടെ ഒരു മെത്തേഡ് എല്ലായിടത്തും. അങ്ങനെ അവരുടെ സ്വാധീനം ബംഗ്ലാദേശിൽ ഉണ്ടാവുകയും അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാനിൽ ഈ യുദ്ധ സമയത്ത് കാശ്മീരിലേക്ക് ഈ ഡ്രോണുകൾ മുഴുവൻ പറത്തിയതിൽ പകുതിയിലേറെയും ഭീകരരായിരുന്നു പറത്തിയതെന്നാണ് പുറത്തു വരുന്ന വേറൊരു വിവരം. കാരണം അവിടെ പിന്നെ പട്ടാള ഭീകരരേതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല. അപ്പം അതിന് സമാനമായ സാഹചര്യത്തിൽ ഈ ബംഗ്ലാദേശിന്റെ ബോർഡറിന് അകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ബോർഡറിൽ വെച്ചിട്ട് അവർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവർ ഓപ്പറേഷൻ സിന്ദൂറിനൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ അത് ഇന്ത്യയുടെ ഈ തീസ്ത പ്രഹാർ കണ്ട് വരണ്ടു പോയതാണ്. ഇല്ലെങ്കിൽ അവരത് ഇത്തിരി ഒന്ന് കടിപ്പിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അത് ഇന്ത്യയും കരുതുന്നുണ്ട്, ഇന്ത്യയും അതിന് സജ്ജമാണ്. കാരണം ഇന്ത്യക്ക് ഇനി ഒരു യുദ്ധമുഖമല്ല, പാകിസ്ഥാൻ മാത്രമല്ല ശത്രു, 2 യുദ്ധമുഖമുണ്ട്. അതിലൊന്ന് നമ്മൾ ചൈനയാണ് കാണുന്നതെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ഇതിന്റെ ഇടയിലാണ് 0.5 എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് വിഘടനവാദവും വിധ്വംസ പ്രവർത്തനവും നടത്താൻ വേണ്ടിയിട്ട് ഒരു പറ്റം ടീമുണ്ട്. അവരെ ഇപ്പൊ പതുക്കെ ജനം കൈകാര്യം ചെയ്ത് തുടങ്ങുന്നു എന്നുള്ള വാർത്തയാണ് രാജസ്ഥാനിൽ നിന്നടക്കം വരുന്നത്. ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ് ഈ ഇസ്ലാമിക നാറ്റോയിലേക്ക് നമ്മുടെ അടുത്ത ഇസ്ലാമിക രാജ്യം. ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഒന്നിക്കുന്നു. സിമ്പിളാണ്.